വളരെ ശക്തമായ ഒരു പ്രതിഷേധം ഇപ്പോൾ ബിജെപി പ്രവർത്തകർ പുത്തൂർ റോഡ് നടത്തുകയാണ്. റോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വലിയ ആ സൂചനാ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചാൽ ഈ വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരവുമായിട്ട് ബി.ജെ.പി. മുന്നോട്ട് പോകുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ യോഗത്തിൻ്റെ അധ്യക്ഷനായ ബി.ജെ.പിയുടെ മണ്ഡലം പ്രസിഡന്റ് അനീഷ് കൈക്കയുടെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി അംഗമായ നമ്മുടെ കൊട്ടാരക്കര മണ്ഡലത്തിൻ്റെ പ്രഭാരി കൂടിയായ രാജേന്ദ്ര പിള്ളച്ചേട്ടനാണ്. ചേട്ടനെ ഈ വേദിയിലേക്ക് ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മണ്ഡലത്തിൻ്റെ ഭാരവാഹികൾ, മീഡിയ ഭാരവാഹികൾ, മോർച്ച ഭാരവാഹികൾ എല്ലാ പ്രവർത്തകരെയും ഒറ്റ വാചകത്തിൽ സ്വാഗതം ചെയ്തു. ഇവിടെ കുഴി നികത്തിയത് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഈ നാട്ടിലെ രാജാവെന്ന് സ്വയം പറയുന്ന ഒരു വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അയാളുടെ നവകേരള സദസ്സ് കടന്നു പോകുവാൻ വേണ്ടി അയാൾക്ക് കുലുക്കമില്ലാതെ അയാളുടെ ശരീരത്തിന് കോട്ടം തട്ടാതെ സുഖമായി പോകുന്നതിന് വേണ്ടി നവകേരള സദസ്സ് ഇതുവഴി കടന്നു പോയപ്പോൾ അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഇവിടെ ഈ ഒരു കുഴി നികത്തുകയുണ്ട്. എല്ലാവർക്കും അറിയാം. അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയപടി ആവുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഈ നാട്ടിലെ പാവപ്പെട്ടവരോടും ഈ നാട്ടിലെ സാധാരണക്കാരോടും ഈ നാട്ടിലെ യാത്രക്കാരോടും ഈ സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? നമുക്കറിയാം, കേരളത്തിലെ മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടുത്തെ കൊട്ടാരക്കരയുടെ MLA ആണ്. അയാൾ എന്തിനാണ് ഇവിടുന്ന് ജനങ്ങളുടെ വോട്ടും നേടിപ്പോയിട്ട് MLA ആയി അയാൾ മന്ത്രി കസലിരിക്കുന്നത് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ നാട്ടിലെ ഒരു വികസനം കൊട്ടാരക്കരയിൽ ഇന്ന് ഇത്രയും വർഷമായി 3 വർഷമായി അധികാരത്തിലേറിയിട്ട് ഈ ഭരണകൂടം ഇന്നേ വരെ ഈ ബാലഗോപാലൻ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ബാലഗോപാലൻ വ്യക്തമാക്കണം. ഇവിടുത്തെ CPIM-ന്റെ നേതാക്കൾ വ്യക്തമാക്കണം. LDF-ന്റെ നേതാക്കൾ വ്യക്തമാക്കണം. അപ്പോൾ തികച്ചും അഴിമതികൾ മാത്രം നടത്തിക്കൊണ്ട് സർക്കാരാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമുക്കറിയാം, ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസേന പോകുന്ന റോഡാണ് പുത്തൂർ കൊട്ടാരക്കര റോഡ്. അപ്പോൾ കാലാകാലങ്ങളായുള്ള കുഴിയിൽ എത്ര അപകടങ്ങൾ ദിവസേന നമ്മുടെ കൺമുന്നിൽ കാണുകയാണ്. അപകടങ്ങളുടെ പെരുമഴയാണ്. ഇരുചക്ര വാഹനങ്ങളുമായി വരുന്നത് നിരവധി. മഴക്കാലമാകുമ്പോൾ വെള്ളമേ തോടെവിടാ റോഡെവിടാ എന്നറിയാത്ത അവസ്ഥയിൽ തോട് കവിഞ്ഞ് ആ ഓടയും കവിഞ്ഞ് ഇവിടെ വെള്ളക്കെട്ടിൽ വന്ന് വീഴുന്നു. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ഒരു പ്രതിബദ്ധതയില്ലാത്ത സർക്കാരാണ്. അതുപോലെ നഗരസഭാ ഭരണകൂടം നമുക്കറിയാം ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇവിടുത്തെ PWD ഓഫീസ് അധികൃതരെ അറിയിക്കുകയോ അല്ലെങ്കിൽ KSTP അധികൃതരെ അറിയിക്കുകയോ വേണ്ട പരിഹാരങ്ങൾ ചെയ്യുവാൻ നഗരസഭ അധികൃതർ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഒരു മനുഷ്യത്വമില്ലാത്ത നഗരസഭ ചെയർമാൻ അടക്കമുള്ളവർ. അതുപോലെ ഇവിടുന്ന് ജയിച്ച് 3-ാം തവണ 10-40 വർഷമായിട്ട് MP ആയിട്ടിരിക്കുന്ന ഒരു മഹാനുണ്ട്, കൊടുക്കുന്ന സുരേഷ്. അപ്പോൾ അയാളൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ജനങ്ങളുടെ ഈ വിഷമം. നൂറുകണക്കിന് ആൾക്കാർ, ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഒരു ഇതിൽ സംസാരിച്ചു, ഒരു ഗർഭിണി ഈ വഴി കൂടെ പോയാൽ അവർക്ക് ആശുപത്രിയിൽ എത്തേണ്ടി വരത്തില്ല. അതിനു മുമ്പിട്ട് പ്രസവം റോഡിൽ നടക്കും. ആ കുട്ടിക്ക് എന്ത് സംഭവിക്കും? ആ കുട്ടി മരണപ്പെടില്ലേ? അപ്പോൾ അത്രത്തോളം ജനങ്ങളെ കൊല്ലുന്ന ഒരു നിലപാടാണ് ഇവിടുത്തെ നഗരസഭയുടെ ഭരണകൂടവും ഇവിടുത്തെ കേരള സർക്കാരും ഇവിടുത്തെ MP കൊടുക്കുന്ന സുരേഷ് അടക്കം കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് ഈ ജനദ്രോഹ നടപടി ഈ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന, ഈ യാത്രക്കാരെ കൊല്ലാൻ ശ്രമിക്കുന്ന, ഈ മരണക്കുഴിയിൽപ്പെട്ട അവർ ആരെങ്കിലും മരിച്ചാൽ മാത്രമേ ആയിരിക്കും ഇവർ നടപടി സ്വീകരിക്കുക. അതുകൊണ്ട് ഒരു ഒത്തുതീർപ്പുമില്ലാതെ BJP ശക്തമായ പ്രതിഷേധം ആരംഭിക്കുകയാണ്. ഇത് സൂചനാ സമരമായിട്ടാണ് റോഡ് ഉപരോധം നടക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് അടിയന്തരമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത് BJPയുടെ താക്കീതാണ്. വരും ദിവസങ്ങളിൽ അടിയന്തരമായ നടപടി, ഈ റോഡ് നവീകരിച്ച് യാത്രക്കാർക്ക് സുരക്ഷിതത്വമായി യാത്ര ചെയ്യാനുള്ള അവസരം ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ ഇവിടുത്തെ നഗരസഭ ഭരണകൂടം ഒരുക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം. മന്ത്രി ബാലഗോപാലനെ ഈ കൊട്ടാരക്കരയിൽ കൂടി യാത്ര ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അയാൾ ഈ കൊട്ടാരക്കരയിൽ കൂടി ഏത് വഴി പോയാലും BJPയുടെ യുവമോർച്ചയുടെയൊക്കെ പ്രവർത്തനം തടഞ്ഞിരിക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അതുപോലെ കോഴിക്കോട് സുരേഷ് MP അടക്കമുള്ളവർ കൊട്ടാരക്കര കാലുകുത്തണോ വേണ്ട എന്നുള്ള BJP തീരുമാനിക്കും. അതുകൊണ്ട് അടിയന്തരമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം PWD ഓഫീസിലേക്കും KSTPയുടെ ഓഫീസിലേക്കും മന്ത്രി ബാലഗോപാലിന്റെ വീട്ടിലേക്കും MP കോഴിക്കോട് സുരേഷിന്റെ ഓഫീസിലേക്കും ഒക്കെ വ്യക്തമായും പ്രതിഷേധം നടത്തുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ രാജേന്ദ്രൻപിള്ള അവരെ ക്ഷണിക്കുന്നു. മുമ്പേ വന്ന വാഹനം പെട്ടെന്ന് ചവിട്ടുകയും ഞാൻ 2 വീലറിലാണ് ഈ കുഴിയിൽ വീഴുകയും ഉണ്ടായ അവസ്ഥ ഇന്ന് എനിക്ക് അനുഭവപ്പെട്ടത്. എത്രയോ ആളുകളാണ് ഈ കുഴിയിൽ വീണ് ദൈനംദിനം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. കാറിൽ പോകുന്ന മന്ത്രിമാർക്കൊന്നും അറിയത്തില്ല, MLA മാർക്ക് ഇത് കാണണ്ട,
ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഈ വഴി യാത്ര ചെയ്യുന്നത്. നിങ്ങൾ ഇന്നലെ പത്രത്തിലൊക്കെ കണ്ടു, കൊട്ടാരക്കര SHO മണ്ണിറക്കി കുഴി മൂടുന്നു. ഇതുപോലുള്ള റോഡുകൾ നന്നാക്കി സഞ്ചാരയോഗ്യമാക്കി ഇവിടുത്തെ പൊതുജനങ്ങളെ സേവിക്കേണ്ട ബാധ്യതപ്പെട്ടവർ അവരിത് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയും ഇത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എത്ര നാൾ കഴിയും? അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് വളരെ വ്യക്തമാണ്, സുവ്യക്തമാണ്. ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഞങ്ങൾ ഇവിടെ വെച്ചു ഉറപ്പിക്കില്ല. യാതൊരു കാരണവശാലും ഇവിടെ മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ചു, ഇവിടുത്തെ ജനപ്രതിനിധികളെ ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ് പറയുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പറയുന്നത് മാത്രം ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഇവിടുത്തെ ഭരണ സംവിധാനം പോയാൽ അതിനെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് ബാധ്യത ഇവിടുത്തെ പ്രതിപക്ഷത്തിനുണ്ട്. അവരാ റോൾ ചെയ്യുന്നില്ല. റിയാസ് മോൻ എവിടെയാണെന്ന് പോലും അറിയാൻ വയ്യ. റിയാസ് മരുമുഖൻ ഇപ്പോൾ പാലങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ഓടി നടക്കുക. ഈ ഉദ്ഘാടനം ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ആ പാലം ഒലിച്ചു പോവുക. ഈ തരത്തിലുള്ള അവസ്ഥകളാണ് കേരള സംസ്ഥാനം, നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഭാരത സർക്കാർ റോഡുകൾ പണിയുന്നു, പാലങ്ങൾ പണിയുന്നു. എൻ്റെ ഇവിടുത്തെ MP ഇതൊന്നും കാണുന്നില്ലേ? ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. 5 വർഷം കഴിയുമ്പോൾ ഇനി അദ്ദേഹത്തെ 5 വർഷത്തേക്ക് ഈ നാട്ടിലും കാണത്തില്ല. 5 വർഷം കഴിയുമ്പോൾ വീണ്ടും വരും അലക്കി തേച്ച കുപ്പായം ഇട്ടുകൊണ്ട്. ഈ പൊതുജനങ്ങളെ കണ്ണുവെട്ടിച്ചുകൊണ്ട് വോട്ട് വാങ്ങി ജയിച്ച് അധികാരത്തിൽ പോയാൽ പിന്നെ 5 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. ഇത് പിണറായിയുടെ 2ാം സർക്കാരാണ് അധികാരത്തിൽ ഇരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? എല്ലാത്തിലും നമ്പർ 1, എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണ് കേരളം. റോഡിൻ്റെ കാര്യത്തിൽ കണ്ടില്ലേ, റോഡ് കിടക്കുന്ന കണ്ടില്ലേ? ഇന്നലെ ഒരു കുട്ടി മരിച്ചു. എൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ നിപ്പ എന്ന രോഗത്തിന് മരുന്ന് കണ്ടെത്താൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിനെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ട് നമ്മുടെ ഈ ആരോഗ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല? എന്തുകൊണ്ട്? നിങ്ങളിത് ചോദിക്കണ്ടേ? BJP പറയുന്നതുകൊണ്ട് ശ്രദ്ധിക്കാതെ പോകരുത്. എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്? ഇത് ജനങ്ങൾ ചിന്തിക്കണം. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്, എല്ലാ പാർട്ടിക്കാരൻ്റെയും പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരം ഏറ്റെടുത്തത്. അതുകൊണ്ട് ഇതിൻ്റെ വിജയം വരെയും ഈ സമരവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ബുദ്ധിമുട്ട് കൂടുതൽ ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ ഉറപ്പ് നൽകണം. ഈ നാട്ടിൽ ജനങ്ങൾക്ക് സുഗമമായ യാത്ര നിങ്ങൾ അനുവദിക്കുമോ? അല്ലെങ്കിൽ അല്ല, ഈ നാട്ടിൽ നിങ്ങൾ ഉറപ്പ് വരാൻ പറ്റുമോ? ഇതിന് പരിഹാരം ഉണ്ടെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടെങ്കിൽ ഉറപ്പ് വരാൻ പറ്റുമോ? ഈ നാട്ടിലെ ആയിരക്കണക്കിന്